നമുക്ക് നമ്മുടെ ബോധ്യമില്ലാത്തിടത്താണ് നമ്മുടെ നാശം ആരംഭിക്കുന്നത്. ഇപ്പൊ ലോക സമസ്തോ സുഖിനോ ഭവന്തു എത്ര ചർച്ച ആളുകൾ ചെയ്യുന്നത് 3 വാക്ക് വെച്ചുകൊണ്ട്. എത്ര പേർക്ക്, നമ്മളിൽ എത്ര പേർക്ക്, എത്ര ഹിന്ദുവിന്, എത്ര ഭാരതീയന് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്? ഈ അന്തരീക്ഷത്തിൽ, ഈ സമൂഹത്തിന്റെ എക്കോസിസ്റ്റത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് വോക്കിസ്റ്റുകൾ പറയുന്ന, ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന വ്യാജമായ വിശദീകരണമാണ്. നമുക്ക് തിരുത്താൻ കഴിയുന്നു. നമ്മളിൽ എത്ര പേർക്ക് വിശദീകരിക്കാൻ കഴിയും? അവർ പറയുകയാണ്, ഗോവിനെയും ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത്. ഗോവിലും പശുവിലും ബ്രാഹ്മണനിലുമുള്ളൂടെ സുഖം മനുഷ്യനുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. വംശീയതയാണ്, വർഗീയതയാണ്, മാടമ്പിത്തരമാണ് എന്നിവർ പറയുമ്പോൾ, മുഖ്യമന്ത്രി തന്നെ ആഘോഷിക്കുമ്പോൾ അല്ല, അങ്ങനെയല്ല എന്ന് തുറന്നു പറയാൻ, അത് വിശദീകരിക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ, നമ്മൾ ആദ്യം അറിയണ്ടേ? നമുക്കറിയില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ അസ്തിത്വം നേരിടുന്ന പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് വർഗീയതയും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ആ ഡിവിഷൻ നമുക്കറിയില്ല എന്നതാണ്. എന്താണ് വർഗീയത, എന്താണ് വിശ്വാസം, ഇത് തമ്മിലുള്ള വ്യത്യാസം ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തനാണ് മാധവൻകുട്ടി. പഴയ നക്സലൈറ്റ് ഒക്കെ ആയിരുന്നു, ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ഒരു കുറിപ്പിട്ടിരിക്കുന്നു, RSS സംഘടിപ്പിക്കുന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ 2 നിഷ്പക്ഷവാദികൾ പങ്കെടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കറും ഷാജൻ സ്കറിയയും. ഞാൻ എൻ്റെ കമന്റ് നോക്കി, കുറെ പേര് ചീത്ത വിളിക്കുന്നുണ്ട്. ഈ ചെറുകോൽ, ഇവിടെയാണ് ഹിന്ദുവും RSSും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഭാരതീയ പാരമ്പര്യവും ഹൈന്ദവ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസമോ അടുപ്പമോ അറിയില്ല. ഇതൊരു പ്രശ്നമാണ്. ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് മതവും വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഒരു കടുത്ത വർഗീയവാദിയാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്, വലിയൊരു സമൂഹം. ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ എന്നാണ് ഇസ്ലാമിനെതിരെ, മുസ്ലിമിനെതിരെ, പ്രവാചകനെതിരെ, ഖുർആനെതിരെ സംസാരിച്ചത്? ആർക്കുമില്ല ചൂണ്ടിക്കാട്ടാൻ. ഹൈന്ദവ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഹൈന്ദവ കൺവെൻഷനിൽ പങ്കെടുത്താൽ, മോദി സർക്കാരിനെ വിമർശിക്കാതിരുന്നാൽ, വിമർശിക്കാം, എപ്പോഴും വിമർശിക്കാതിരുന്നാൽ, RSS ഒരു വംശഹത്യയുടെ പ്രസ്ഥാനമാണ് എന്നതിന് തെളിവ് ചോദിച്ചാൽ, നിങ്ങൾ സംഖ്യയായി കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ മുസ്ലിം വിരുദ്ധനാകുന്നത് എങ്ങനെയാണ്? അപ്പോ ഇസ്രയേലിനെ നിങ്ങൾ താങ്ങുന്നു, ഇസ്രയേലിനെ താങ്ങുന്നു. എന്തിനാണ് ഇസ്രയേലിനെ താങ്ങുന്നത്? ഇസ്രയേലിനെ താങ്ങുന്നതിന് കൃത്യമാണ്. ഇസ്രയേലിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല, ജൂതന്മാർ തുടച്ചു നീക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്നതല്ലേ വംശഹത്യ? അതിനുവേണ്ടി പരിശ്രമിക്കുന്നതല്ലേ വംശഹത്യ? ആണെന്ന് പറഞ്ഞാൽ നോ, അങ്ങനെയല്ല, അത് പണ്ട്. എന്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത്? ഒക്ടോബർ 7-ാം തീയതി ഹമാസ് എന്ന ഭീകര സംഘടന അവിടെ കയറി അടിച്ചു, തിരിച്ചടിക്കുന്നു. ഇസ്രായേൽ നിലനിൽക്കണം. അത് പറഞ്ഞ മുസ്ലിം വിരുദ്ധനാകുന്നത് എങ്ങനെയാണ്? ഫലസ്തീനിലെ ജനതയുടെ, ഗസയിലെ ജനതയുടെ കണ്ണുനീർ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യരുടെ കണ്ണുനീർ, നിരപരാധികളായ മനുഷ്യർ 45,000 പേരാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗസയിൽ മരിച്ച. സങ്കടമുണ്ട്. കുട്ടികളും സ്ത്രീകളുമാണ് ഭൂരിപക്ഷം. സങ്കടമുണ്ട്. പക്ഷേ ആരാണ് അവരെ കൊല്ലുന്നത്? ആരാണ് അവരെ കൊലപ്പെടുത്താൻ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? അത് ഇസ്രായേലല്ല. അത് നിർത്തിയിരിക്കുന്നത് എക്കാലവും ലോകം മുഴുവൻ ഒരു വിശ്വാസ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാകുന്നത് വരെ ബലിയാടുകളാവാൻ, കൊല്ലപ്പെടാൻ അവരവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇതാണ് അപകടം പിടിച്ച കാര്യം. ഇസ്ലാം എന്ന മതത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഹിന്ദുവിന് ഒരു കുഴപ്പവുമില്ലെങ്കിൽ, ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പവുമില്ലെങ്കിൽ, എനിക്കോ നിനക്കോ ക്രിസ്ത്യാനിയാവാനും ഹിന്ദുവാവാനും ബുദ്ധനാവാനും ജൈനനാവാനും അവകാശമുണ്ടെങ്കിൽ ഏതൊരാൾക്കും മുസ്ലിം ആവാനും മുസ്ലിം വിശ്വാസം കൈപിടിച്ച് മുമ്പോട്ട് പോകാനും അവകാശമുണ്ട്. അവൻ്റെ ആചാരങ്ങളിലും ഇടപെടരുതെന്ന് വിശ്വസിക്കുന്നതാണ്. പലരും ഇസ്ലാം മതത്തെ പരിഷ്കരിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഞാനതിനെതിരാ. ഒരു മതത്തെയും പരിഷ്കരിക്കേണ്ട ബാധ്യത മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവർക്കില്ല. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല,
നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെതാ അങ്ങനെയല്ല എന്ന് പറയാൻ അയ്യപ്പ വിശ്വാസിക്ക് അവകാശമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾ കയറണ്ട എന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇസ്ലാം വിശ്വാസത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല.